ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 തിരുലിഖിതങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം അന്യായ ധനം അരുത് എന്നതിനെക്കുറിച്ചാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 8-ാം തിരുലിഖിതം, പലിശയും കൊള്ള ലാഭവും വഴിയുള്ള സമ്പാദ്യം ദരിദ്രരോട് ദയുള്ളവൻ്റെ കയ്യിൽ ചെന്ന് ചേരും. നിയമം വകവെക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. യെശയ്യായുടെ പുസ്തകം 33-ാം അധ്യായം 1-ാം തിരുലിഖിതം, നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് ദുരിതം. നിന്റെ വഞ്ചന തീരുമ്പോൾ നീയും വഞ്ചിക്കപ്പെടും. നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ നാശവും സംഭവിക്കും. ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കരമുയർത്താം. ഓ ദൈവമേ, സത്യമാർഗം വിട്ട് ദൈവവചന മാർഗം വിട്ട് തന്നിഷ്ടപ്രകാരം നടന്ന് അനേകരെ നശിപ്പിക്കുകയും അനേകം കുടുംബങ്ങളെ കണ്ണുനീരാഴ്ത്തുകയും ദൈവത്തിൻ്റെ വഴി വിട്ട് അന്ധകാരത്തിൻ്റെ മാർഗത്തിലേക്ക് വീണു പോവുകയും ചെയ്ത ഓരോ മകൻ്റെ മേലും മകളുടെ മേലും ഇപ്പോൾ ആത്മാവിനെ വർഷിക്കണമേ. ദൈവവചനത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ, സത്യസന്ധതയുടെ, വിശുദ്ധിയുടെ, പ്രാർത്ഥനയുടെ, ദൈവഭക്തിയുടെ രാജകീയ പാതയിലേക്ക് ഓ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഞങ്ങളുടെ കൈപിടിച്ചുയർത്തണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. പരിശുദ്ധാത്മാവേ, വളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വളരും മനസ്സുകളിൽ പരിശുദ്ധാത്മാവേ ഒരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധൻ ക്രിസ്താ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധൻ ക്രിസ്താ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. പരിശുദ്ധാത്മാവേ, കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. എല്ലാ ദൈവമക്കളും ഈ സ്തുതിപ്പിന്റെ നിമിഷങ്ങളിൽ നന്നായി കൈയടിച്ച് ഈ പാട്ടിനോട് ചേർന്ന് താളത്തിൽ കൈയടിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമണിയട്ടെ പരിശുദ്ധാത്മാവേ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ആനന്ദത്തോടെ ബന്ധനമണിയട്ടെ പരിശുദ്ധാത്മാവേ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീട്ടണമേ. ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. മക്കളെ പ്രാർത്ഥിക്കുന്നു. മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധം ക്രിസ്താ. 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 അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, കുടുംബങ്ങളിൽ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ, സമൂഹങ്ങളിൽ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ ഒരു പുതിയ അഭിഷേകം പ്രാപിക്കട്ടെ. ഒരു പുതിയ ബന്ധക്കോസ് അനുഭവം, ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ സ്പർശനം ഇപ്പോൾ ലഭിക്കട്ടെ. ഹല 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് അധ്വാനിക്കാത്ത പണം അരുത് എന്നതിനെ കുറിച്ചാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 8ഉം 9ഉം തിരുലിഖിതങ്ങൾ പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയയുള്ളവൻ്റെ കയ്യിൽ ചെന്നു ചേരും. നിയമം വകവെക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാളുകൾക്ക് മുമ്പ് ഞാനൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. ആ മനുഷ്യൻ ഒരു ചെറിയ കോൺട്രാക്റ്റുകാരനാണ്. അദ്ദേഹം കുറച്ച് പണം കടം വാങ്ങി, 10,000-60,000 രൂപ. എന്നാൽ തക്ക സമയത്ത് അതിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പലിശ പെരുകി 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 ലക്ഷക്കണക്കിന് രൂപ, 3 ലക്ഷം രൂപ കൊടുത്തിട്ടും അതിൻ്റെ മുതലിലേക്ക് കയറിയിട്ടില്ല. പലിശ മാത്രം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളെല്ലാം സ്തംഭിച്ച് കുടുംബത്തിൻ്റെ ഗതിമുട്ടി. ഇനി മുന്നോട്ട് വന്ന് നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിയിലാണ് അദ്ദേഹത്തെ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. 10,000-60,000 രൂപ ഒരു പ്രത്യേക ആവശ്യത്തിൽ പെട്ടെന്ന് പലിശയ്ക്ക് വാങ്ങിയതാണ്. ആ പലിശ പെരുകി പെരുകി എത്ര കൊടുത്താലും പിന്നെയും പിന്നെയും കടബാധ്യത തന്നെ. അന്നാണ് ആദ്യമായി ഈ പലിശയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരു വ്യക്തി പലിശയ്ക്ക് പണം കൊടുക്കുന്നത് എഴുതപ്പെട്ട വചനത്തിനെ ലംഘിക്കുന്ന പാപമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വെറുപ്പുളവാക്കുന്നു. നാം മറ്റൊരു വ്യക്തിയുടെ വിസർജ്യ വസ്തു കാണുമ്പോൾ അറപ്പ് തോന്നുന്നത് പോലെ ഈ പലിശ വാങ്ങുന്ന ഒരുവൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ യവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അറപ്പ് ഉളവാക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 8-9 വാക്യങ്ങൾ, പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയയുള്ളവൻ്റെ പക്കൽ ചെന്ന് ചേരുന്നു. നിയമം വകവെക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പ് ഉളവാക്കുന്നു. ഹല്ലേലൂയ. അന്ന് ഇതിനെക്കുറിച്ച് ബൈബിളിൽ എന്താണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ ചില ക്രിസ്ത്യാനികളോട് ചോദിച്ചു. അവർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, പലിശ വാങ്ങാം, എല്ലാവരും പലിശ വാങ്ങുന്നില്ലേ, ബാങ്കിലിടുമ്പോൾ പലിശ കിട്ടുന്നില്ലേ, പലിശ വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. ബാങ്ക് ചിലരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, ബാങ്ക് പലിശ വാങ്ങാം, കൊള്ളപ്പലിശ വാങ്ങാൻ പാടില്ല. ഇതിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. ദ്രവ്യാഗ്രഹികൾക്കും അത്യാഗ്രഹികൾക്കും അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ അവനവൻ രൂപപ്പെടുത്തിയൊരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ ഇതല്ല നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്ന കാഴ്ചപ്പാട്. ഈ വിഷയത്തെക്കുറിച്ച് എഴുതപ്പെട്ട വചനത്തിൽ സ്വർഗം നമുക്ക് എന്താണ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, ആ കാഴ്ചപ്പാടാണ് നമ്മളെ നിത്യരാജ്യത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ മണിക്കൂറിൽ ബൈബിളിൽ പലിശ വാങ്ങുന്നതിനെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നാം പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമായി നാം ഇതിനെക്കുറിച്ച് കാണുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 25-ാം തിരുലിഖിതം, എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത്, അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും അരുത്. ഇത് മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ടല്ലോ, നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ, എൻ്റെ കാരണവന്മാരായിട്ട് പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ, ഞങ്ങളുടെ വരുമാന മാർഗം പണവ്യാപാരമാണ്. ഇങ്ങനെയുള്ള തക്കടി വിധി കൊണ്ടും മുട്ടുന്യായം കൊണ്ടും പാപത്തെ നീ ന്യായീകരിക്കരുത്. പാപത്തെ കയറുകെട്ടി വലിക്കുന്നതിന് ദുരിതം
യെശയ്യായുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ 18 മുതലുള്ള തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, എൻ്റെ ജനത്തിൽ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കൊടുത്തവനെ പോലെ നീ അവനോട് പെരുമാറരുത്, അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും അരുത്. അത് ബാങ്ക് പലിശയാണെങ്കിലും അത് എങ്ങനെ കൊള്ളപ്പലിശയാണെങ്കിലും കർത്താവ് നിരോധിച്ചിരിക്കുന്നു. നീ അവനോട് പലിശക്കാരനെ പോലെ പെരുമാറരുത്, നീ അവനിൽ നിന്ന് പലിശ ഈടാക്കരുത് എന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്നുള്ള വചനത്തിൽ കർത്താവ് പഠിപ്പിക്കുകയാണ് 26 മുതലുള്ള വാക്യങ്ങൾ. അയൽക്കാരൻ്റെ മേലങ്കി പണയം വാങ്ങിയാൽ സൂര്യാസ്തമയത്തിന് മുമ്പ് അത് തിരികെ കൊടുക്കണം. എന്തെന്നാൽ അത് മാത്രമാണ് അവനുള്ള പുതപ്പ്. തൻ്റെ ശരീരത്തിൽ അണയുന്നതിന് ആ ഉടുപ്പല്ലാതെ അവൻ ഉറങ്ങുമ്പോൾ പുതയ്ക്കാൻ മറ്റെന്തുണ്ട്? അവൻ എന്നെ വിളിച്ച് കരഞ്ഞാൽ ഞാൻ അത് കേൾക്കും. ഞാൻ കരുണയുള്ള കർത്താവാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവങ്ങളോടും ഒരുപാട് തകർന്നവരോടും കരുണയുള്ള കർത്താവ് എനിക്കും നിങ്ങൾക്കുമെതിരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാനായി ഞാനും നിങ്ങൾ ഇടവരുത്തരുത്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് നിയമാവർത്തന ഗ്രന്ഥത്തിൽ കർത്താവ് വീണ്ടും വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിയമാവർത്തന ഗ്രന്ഥം 15-ാം അധ്യായത്തിലെ 7-ാമത്തെ തിരുലിഖിതം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത്. അവൻ ആവശ്യമുള്ളത് എന്തു തന്നെയാണെങ്കിലും നീ ഉദാരമായി കൊടുക്കണം. ദൈവമായ കർത്താവ് കൽപ്പിച്ചിരിക്കുകയാണ്, നീ കൊടുക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ 15-ാം അധ്യായത്തിലെ 11-ാമത്തെ തിരുലിഖിതം. അപ്പോൾ ചിലർ ചിന്തിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ ദരിദ്രർ എന്നും ഉണ്ടല്ലോ, കൊടുത്തു മടുക്കൂലോ. ഇത് കർത്താവിന് അറിയായിരുന്നു. അതുകൊണ്ട് നിയമാവർത്തനം 15-ാം അധ്യായത്തിലെ 11-ാം തിരുലിഖിതം. ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി നീ കൈ അയച്ച് കൊടുക്കുക എന്ന് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അത്രയും കടുപ്പിച്ചാണ് ഇവിടെ കർത്താവ് സംസാരിക്കുന്നത്. ഇതാ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്, നിന്റെ നാട്ടിൽ ദരിദ്രനായ ഒരു സഹോദരനുണ്ടെങ്കിൽ നീ ആ ദരിദ്ര സഹോദരന് വേണ്ടി കൈ അയച്ച് കൊടുക്കണം. ഇത് എഴുതപ്പെട്ട വചനമാണ്. അങ്ങനെ ദരിദ്രൻ നീ വായ്പ കൊടുക്കുമ്പോൾ നീ ഒരു പലിശക്കാരനെ പോലെ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എല്ലാം കൂടി പിഴിഞ്ഞെടുത്തിട്ട് നീ സുഖമായി നല്ല ചെത്തി ഒരുക്കി കല്ലുകൊണ്ട് പണിത വീട്ടിൽ നല്ല സുഖമായി AC റൂമിൽ കാല് നീട്ടിയിരുന്ന് അതിൻ്റെ വരുമാനം കൊണ്ട് നീ സുഖിക്കാമെന്ന് ചിന്തിക്കരുത്. പണവ്യാപാരം കർത്താവ് നിരോധിച്ചിരിക്കുന്നു. അധ്വാനിക്കാതെ സമ്പത്ത് അരുത്. ഇതിനെക്കുറിച്ച് വീണ്ടും തിരുലിഖിതങ്ങളിൽ നിയമാവർത്തന പുസ്തകത്തിൽ 23-ാം അധ്യായം 19-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ സഹോദരന് ഒന്നും പണമോ ഭക്ഷ്യസാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ നീ പലിശയ്ക്ക് കൊടുക്കരുത്. നിരോധിച്ചിരിക്കുകയാണ്. നീ പലിശ കൊടുക്കുന്നവനെ പോലെ സമൂഹത്തിൽ വ്യാപരിക്കരുത്. ഒരു ക്രിസ്ത്യാനിക്ക് എല്ലാം അനുവദിച്ചിട്ടില്ല. നീ ദൈവത്തെ മാനിക്കുന്നവനാണോ? നിന്റെ ആത്മാവിന് നിത്യജീവൻ നീ വിലയുള്ളതായി കണക്കാക്കുന്നുണ്ടോ? വിശുദ്ധ ജീവൻ നീ വിലമതിക്കുന്നുണ്ടോ? എങ്കിൽ ഇത് മനസ്സിലാക്കിക്കൊള്ളുക, നിന്റെ ദൈവമായ കർത്താവ് പലിശയ്ക്ക് കൊടുക്കുന്നത് തിരുവചനങ്ങളിലൂടെ നിരോധിച്ചിരിക്കുന്നു. ബൈബിളിൽ ഒരു നല്ല മനുഷ്യൻ്റെ ചിത്രം വരയ്ക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിലാണ്. 15-ാമത്തെ അധ്യായം 1 മുതൽ ആരാണ് ഒരു നല്ല ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ എന്ന് ഒരു ചിത്രം വരച്ച് വെക്കുകയാണ്. അതിൽ ആദ്യത്തെ ചോദ്യം തന്നെ ഹൃദയസ്പർശിയാണ്. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? ഒരു ചോദ്യം നിഷ്കളങ്കമായി ദൈവസന്നിധി ചോദിക്കുകയാണ്. എന്നിട്ട് ആത്മാവ് അതിന് ഉത്തരം 1 by 1 ആയി ഈ കർത്താവിൻ്റെ കയ്യും പിടിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കാൻ ആരെയാണ് കർത്താവ് യോഗ്യനായി എണ്ണുന്നത് എന്ന് അവരുടെ സ്വഭാവങ്ങൾ പരിശുദ്ധാത്മാവ് 1 by 1 ആയി ഇങ്ങനെ പറഞ്ഞ് വെളിപ്പെടുത്തുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് സങ്കീർത്തന പുസ്തകം 15-ാം അധ്യായം 5-ാം വാക്യം. അവൻ കടത്തിന് പലിശ ഈടാക്കുകയോ
നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യുന്നില്ല. കൈക്കൂലിയോ പലിശയോ വാങ്ങുന്നവൻ കർത്താവിൻ്റെ ഭവനത്തിൽ അവകാശമുള്ളവനല്ല, കർത്താവിൻ്റെ കൂടെ ഓഹരിയുള്ളവനല്ല. അവൻ തന്നിഷ്ടക്കാരൻ. ഈ വചനങ്ങൾ വകവെക്കാത്തവൻ്റെ, നിയമം വകവെക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. ഹല്ലേലൂയ. അവന് കർത്താവിന് വിശുദ്ധിയിൽ എന്താ അവകാശം? ദൈവമേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധിയിൽ ആര് വിശ്രമിക്കും? കറകൂടാതെ ജീവിക്കുന്നവൻ, സത്യം പറയുന്നവൻ, പലിശ വാങ്ങാത്തവൻ, പരദൂഷണം പറയാത്തവൻ, സ്നേഹിതനെ ദ്രോഹിക്കാത്തവൻ, അപവാദം പറയാത്തവൻ, ദുഷ്ടനെ പരിഹാസനായി കരുതുന്നവൻ, ദൈവത്തിന് ആദരം കാണിക്കുന്നവൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്, പലിശ വാങ്ങാത്തവനും കൈക്കൂലി വാങ്ങാത്തവനും. അപ്പം ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ പ്രിയങ്കരനായ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ പ്രധാനപ്പെട്ടൊരു സ്വഭാവമാണ് അവൻ പലിശ വാങ്ങുകയില്ല. ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധ ലിഖിതത്തിൽ എസെക്കിയേൽ പ്രവചനത്തിലേക്ക് നമുക്ക് പോകാം. എസെക്കിയേൽ പ്രവചനത്തിൽ ഒരു ചീത്ത മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ദുഷ്ടൻ, വലിയ ന്യായവിധിക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ട ദുഷ്ടൻ. ആ ദുഷ്ടൻ്റെ ലക്ഷണങ്ങൾ എസെക്കിയേൽ പ്രവചനത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവൻ ഒരുപാട് ദുഷ്ടത പ്രവർത്തിക്കുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ ദരിദ്രരെയും അഗതികളെയും പീഡിപ്പിക്കുന്നു, കൊള്ള ചെയ്യുന്നു, പണയവസ്തു തിരികെ കൊടുക്കാതിരിക്കുക. പണയം മേടിച്ചിട്ട് നിങ്ങളുടെ പെട്ടിയിൽ പൂട്ടി വെച്ചുകൊണ്ടിരിക്കരുത്, അത് തിരികെ കൊടുക്കണം. കടം വാങ്ങിച്ചിട്ട് കൊടുക്കാതിരിക്കരുത്, കടം വാങ്ങിച്ച് തിരികെ കൊടുക്കണം. മറ്റുള്ളവരുടെ വസ്തു എടുത്താൽ അത് തിരികെ കൊടുത്തില്ലെങ്കിൽ അന്യായമായ വസ്തുവാണത്, അന്യായമായ ധനമാണത്. അധ്വാനിക്കാത്ത സമ്പത്ത് അരുത്. വീണ്ടും എസെക്കിയേൽ പ്രവചനത്തിൽ 22-ാം അധ്യായത്തിൽ 12-ാം ലിഖിതം ഒരു ദേശം മുഴുവനിൽ നടമാടുന്ന തിന്മയെക്കുറിച്ച് പറയാണ്. നാശത്തിന് വേണ്ടി സൊദോം ഗൊമോറ പോലെ നശിപ്പിക്കപ്പെടാനുള്ള ദേശത്തെക്കുറിച്ച് വിവരിച്ചിട്ട് അവിടെ നടമാടുന്ന ഒരുപാട് തിന്മകളെ പറയുന്നുണ്ട്. അവിടെ രക്തം ചിന്തപ്പെടുന്നു, കൊലപാതകൾ വിലസുന്നു, അവിടെ വലിയ ഭോഗാസക്തി നടമാടുന്നു, പിതാക്കന്മാരുടെ നഗ്നത അനാവരണം ചെയ്യപ്പെടുന്നു, സ്വന്തം പിതാവിന് ജനിച്ച സഹോദരിയെ അശുദ്ധയാക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് തരത്തിൽ തിന്മ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നാശത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ട സ്ഥലത്ത് കാണുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് ബൈബിൾ എസെക്കിയേൽ 22:12 പഠിപ്പിക്കുകയാണ്. നിന്നിൽ രക്തം ചിന്തുന്നതിനായി കോഴ വാങ്ങുന്നവരുണ്ട്, പലിശ വാങ്ങുകയും ലാഭമുണ്ടാക്കുകയും അയൽക്കാരനെ ഞെരുക്കി സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്നവരും അവിടെയുണ്ട്. പലിശ വാങ്ങുന്നവർ, ലാഭമുണ്ടാക്കുന്നവർ, അയൽക്കാരനെ ഞെരുക്കി പിഴിഞ്ഞ് സമ്പത്തും ലാഭം ഉണ്ടാക്കുന്നവർ. എൻ്റെ സഹോദരങ്ങളെ, ഇതൊന്നും നിങ്ങൾക്ക് നിത്യജീവന് ഉപകരിക്കുകയില്ല, ഇതൊന്നും നിങ്ങളുടെ കുടുംബത്തിന് ഉപകരിക്കുകയില്ല. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വചനം സുഭാഷിതങ്ങൾ 28:8 പഠിപ്പിക്കുകയാണ്, പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയയുള്ളവൻ്റെ കയ്യിൽ ചെന്ന് പതിക്കും, നിയമം വകവെക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും തുറന്നു പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഓ ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ പലിശ വാങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഞെരുക്കിയിട്ടുണ്ട്, കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, അന്യായ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിതാ അങ്ങയുടെ തിരുസന്നിധിയിൽ മാപ്പ് ചോദിക്കുന്നു. ബാബേൽ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധിയിൽ നകന്നുവോ? ബാബേൽ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധിയിൽ നകന്നുവോ? ദൈവമേ, തന്നിഷ്ടപ്രകാരം നടന്നു, അന്യായ മാർഗത്തിലേക്ക് തിരിഞ്ഞു, സഹോദരങ്ങളെ തിരിച്ചറിയാത്തവരെ പോലെ, കണ്ണിൽ ചോരയില്ലാത്തവരെ പോലെ വ്യാപരിച്ചല്ലോ. സോദര സ്നേഹം മറന്നോ? നിന്റെ ഹൃദയത്തിൽ അന്ധത നിറഞ്ഞോ? ദൈവമേ, ജീവിത ബന്ധങ്ങൾ തകർന്നോ? നീറും നിരാശയിൽ തകർന്നോ? ജീവിത ബന്ധങ്ങൾ
സ്വപ്നങ്ങൾ തകർന്നോ, നീറും നിരാശയിൽ തകർന്നോ, യേശുവിനരികിൽ തിരിച്ചു വരൂ നീ, പുതിയൊരു ജീവിതം നേടാ, രക്ഷകൻ പൂർണ്ണത നേടാ. പാപേ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ, തിരുസന്നിധേ നിന്നകന്നുവോ, തിരുസന്നിധേ നിന്നകന്നുവോ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ സമൂഹത്തിൽ സാത്താൻ തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അടിമകളാക്കിയിരിക്കുന്ന ഓരോ മകനെയും മകളെയും ദ്രവ്യാഗ്രഹത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും അന്യായത്തിൻ്റെയും മാർഗത്തിൽ നിന്നും അതിൻ്റെ അരൂപികളിൽ നിന്നും യേശുനാമത്തിൽ വിടുവിക്കുന്നു. തിന്മയും അതിൻ്റെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ ഇപ്പോൾ വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 25-ാം തിരുലിഖിതം. എൻ്റെ ജനത്തിൽ ആർക്കെങ്കിലും നീ വായ്പ കൊടുക്കുമ്പോൾ പലിശക്കാരനെ പോലെ പെരുമാറരുത്. ഈ നിമിഷങ്ങളിൽ ജീവിതകാലത്ത് ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള എല്ലാ അകൃത്യങ്ങളും ഓർത്ത് അനുതാപത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കരമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്തു കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ, ദൈവമേ, പാപിയാണു ഞാൻ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ വിളിക്കുകയാണ്. ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിക്കുകയാണ്. വർഷങ്ങളായി അനുഭവിക്കാൻ പറ്റാത്ത ഹൃദയങ്ങൾ, കഠിന ഹൃദയങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. കല്ലിച്ചു പോയ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ അത്ഭുതകരമായി ദൈവശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഹൃദയങ്ങളുടെ മേൽ അത്ഭുതകരമായി അവിടുന്ന് സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.